Hi friends, once again welcome to my video blog AjayTechTips. ഞാൻ നേരത്തെ ലൈവിൽ വന്നായിരുന്നു, പക്ഷേ അത് എന്തോ ഒരു കാര്യം കൊണ്ട് ബ്രേക്ക് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ വീണ്ടും വരാണ്. അപ്പം ഞാനിന്ന് വന്നത് 3 കാര്യങ്ങൾ പറയാനാണ്. ആദ്യം 2 ടോപ്പിക്കായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ യോനോ ആപ്പ് വഴി എങ്ങനെ ATM നിന്ന് ATM കാർഡില്ലാതെ ATM പോസ്റ്റ് നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാമെന്നുള്ളത്. അത് ഞാൻ കഴിഞ്ഞ ലൈവ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അടുത്ത വ്ളോഗിൽ എങ്ങനെ ചെയ്യുന്നുള്ള സ്റ്റെപ്സ് പറഞ്ഞുതരാം. കാരണം ഞാൻ SBI അക്കൗണ്ട് ഹോൾഡർ അല്ല, അതുകൊണ്ട് എനിക്ക് യോനോ ആപ്പ് ഇല്ല. പക്ഷേ ഞാൻ അത് സ്റ്റെപ്പ് വൈസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അടുത്തത് പറയുന്നത് വിൻഡോസ് 10 അതും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെയായിരുന്നു. വിൻഡോസ് 10 പറ്റിയിട്ട്, വിൻഡോസ് അല്ല, ആൻഡ്രോയിഡ് 10 പറ്റി പറഞ്ഞതായിരുന്നു. അപ്പോൾ ആൻഡ്രോയിഡ് 10 പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഒരു ഫീച്ചറോ മറ്റോ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിലും കൂടുതലായിട്ട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് ആണ്. ഇന്ന് August 31 ആണ്. നാളെ September 1 September 1 ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ആലോചിച്ച് തലപ്പുണ്ണാക്കണ്ട. ഇന്ത്യയിലെ ട്രാഫിക് ഫൈനിന്റെ ചേഞ്ച് ഓവർ വരാണ്. വാഹൻ പറഞ്ഞ പോർട്ടൽ വരാണ്. 1 India 1 ഫൈൻ, അങ്ങനെയുള്ള രീതിയിലേക്ക് 1 ടാക്സ് 1 രജിസ്ട്രേഷൻ ഒക്കെ വരാണ്. അപ്പം പണ്ടൊക്കെ മിനിമം 100 രൂപയ്ക്ക് പെറ്റി അടിച്ചിരുന്ന കേസൊക്കെ ഇനി മുതൽക്ക് 500 രൂപയ്ക്കാണ് ഫൈന് വരുന്നത്. അപ്പൊ ഈ 500 രൂപ ഫൈന് വരാന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ മോഡ് ഓഫ് ക്രൈംസ് കുറയും. ഇപ്പൊ ട്രാഫിക് വയലേഷൻസ് കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഹെൽമെറ്റ് ഇടാൻ്റെ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ 1000 രൂപയൊക്കെയാണ് ഫൈൻ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ വ്ളോഗ് ഞാൻ അടുത്തത് ചെയ്യും. അപ്പം ഡേറ്റ് നിങ്ങൾ മറക്കണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പറയണത്. ഈ ഡേറ്റ് മറക്കണ്ട. നാളെയാണ് ആ ഒരു ഡേറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ആ കാര്യം പറഞ്ഞത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ മേജർ ടോപ്പിക്സിലേക്ക് കടക്കാം. അപ്പൊ അതിൽ യോനോ ആപ്പ്, നമ്മുടെ SBI കൊണ്ടുവന്നിട്ടുള്ള ഒഫീഷ്യൽ ആപ്പാണ് യോനോ ആപ്പ്. ഈ യോനോ ആപ്പ് വെച്ചിട്ട് യോനോ ആപ്പ് എനേബിൾ ആയിട്ടുള്ള ATMs ഉണ്ട് SBIക്ക്. എല്ലാ ATM സെന്റേഴ്സിനും ഇല്ല. യോനോ ആപ്പ് എനേബിൾ ആയിട്ടുള്ള ATM സെന്റേഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് യോനോ ആപ്പിലും അതേപോലെ തന്നെ SBIന്റെ വെബ്സൈറ്റിലും പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നിയർ ബൈ ഉണ്ടോയെന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഈ യോനോ ആപ്പിൽ അത് എങ്ങനെ ചെയ്യാൻ സ്റ്റെപ്സ് ഇവിടെ എൻ്റെ PC ഞാൻ അത് എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് നോക്കിയിട്ട് പറഞ്ഞു തരാൻ പറ്റും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഞാൻ ക്യാമറ എന്നുള്ള കണ്ട് ചിലപ്പോൾ ഞാൻ PC പോകും. അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, യോനോ ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാം. അതെങ്ങനെ? നമ്മുടെ അടുത്ത ATM പോയിട്ട് ATM കാർഡ് ഇല്ലാതെ. അത് വളരെ ഗുണമുള്ള കാര്യമാണ്. എന്താ കാര്യം വെച്ചാൽ, നമുക്ക് ATM കാർഡ് ഇപ്പോൾ ചില സ്ഥലത്ത് നമ്മൾക്ക് കേട്ടിട്ട് മാഗ്നറ്റിക്, അതിന് മുമ്പുള്ള ബ്ലോഗ് പറഞ്ഞിട്ടുണ്ട്, മാഗ്നറ്റിക് സ്ട്രിപ്സ് അവരതിൽ ഈ ഹാക്കേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ട് അവരത് നമ്മുടെ കാർഡിലെ തട്ടിപ്പ് കൂടും. ഇതാകുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ മൊബൈലിലെ യോനോ ആപ്പിലോ അല്ലെങ്കിൽ SBIന്റെ വെബ്സൈറ്റിലോ പോയിട്ട് എന്ത് ചെയ്യണം, യോനോ ക്യാഷ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതെന്താ ചെയ്യേണ്ടത്, ആപ്പിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ പോയിട്ട്. ഇന്നത്തെ വീഡിയോ കുറച്ച് ദൈർഘ്യമുള്ളതായിരിക്കും. അപ്പം ഇത് ട്യൂട്ടോറിയൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ ദൈർഘ്യം വരുന്നത്. അപ്പം ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റിക്വസ്റ്റ് ന്യൂ എന്നുള്ള ഒരു വിൻഡോ എത്തും. അതിൽ നിന്ന് ATM എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക വെച്ചാൽ, യോനോ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറുക. എന്നിട്ട് അതിൽ പോയിട്ട് യോനോ ആപ്പ് എന്ന് സെലക്ട് ചെയ്യുക, യോനോ ക്യാഷ് എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് റിക്വസ്റ്റ് ന്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ATM എന്ന ഓപ്ഷൻ വരും. നമുക്ക് ആവശ്യമായിട്ടുള്ള തുക അതിൽ രേഖപ്പെടുത്തുക. അതിന് നമുക്ക് എത്ര എമൗണ്ട് ആണ് വേണ്ടത് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യുക, നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. മിനിമം 500 മാക്സിമം 10,000 ആണ് വരുന്നത്. അതായത് ഒറ്റ ഒരു ട്രാൻസാക്ഷന്റെ മിനിമം 500, 600 രൂപ 400 രൂപ കൊടുത്താൽ ഒന്നും കിട്ടില്ല. മിനിമം 500, പിന്നെ മാക്സിമം 10,000 ഒറ്റ ട്രാൻസാക്ഷനിൽ. ഒരു ദിവസം നമുക്ക് ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്യാം. 20,000 രൂപ വരെ വിളിക്കുക. ഇപ്പൊ 5,000 വെച്ചാൽ 4 പ്രാവശ്യം വിളിക്കുക. നമ്മുടെ മാക്സിമം ട്രാൻസാക്ഷൻസ് കുറയ്ക്കാൻ നോക്കുക. അപ്പൊ നമുക്ക് മിനിമം 500 മാക്സിമം 10,000 എമൗണ്ട് അടിക്കുക. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള 6 അക്ക ഒരു പിൻ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക. നമുക്ക് തന്നെ ഒരു 6 അക്ക പിൻ നമ്പർ അടിക്കുക. ഈ നമ്പർ നമുക്ക് ഓർത്ത് വെക്കണം. ഇതാണ് നമുക്കുള്ള ഒരു ആക്സസ് കോഡ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മുടെ ATM കാർഡിന്റെ നമ്പർ ഒന്നുമല്ല. ഇടപാട് നടത്തുമ്പോൾ ഈ പിൻ നമ്പറാണ് നമുക്ക് ചോദിക്കുക. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ, ഇതൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ആണ് ചെയ്യുന്നത് കേട്ടോ. ATM പോസ്റ്റിലേക്ക് എത്തിയിട്ടില്ല. നെക്സ്റ്റ് ബട്ടൺ അമർത്താൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഐ ആക്സെപ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് നമുക്ക് അപ്പോൾ ഒരു പേജ് വരും.
നമ്മൾ പിൻ കൊടുത്തതിന് ശേഷം അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യുക, ഐ ആക്സെപ്റ്റ് കണ്ടീഷൻ ടിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. ആപ്പിൽ രേഖപ്പെടുത്തിയ തുക മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഫസ്റ്റ് ടൈമിൽ ATM നിന്ന് പിൻവലിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ATM സെന്ററിൽ പോവാ. പിന്നെ ഇതുകൊണ്ടുള്ള വേറൊരു ഗുണം എന്ന് നമ്മൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ക്യാഷ് എടുപ്പിക്കാന്ന് വെച്ചാൽ നമുക്ക് ATM കാർഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ യോനോ ആപ്പും ഈ പിൻ നമ്പറും മാത്രം കൊടുത്താൽ മതി. അപ്പൊ അവിടെ പോയിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്പറും ATM നമ്പറും ഇതും കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, പിൻ നമ്പറും നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇത് ചെയ്യണത്. 1 സെക്കൻഡ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യോനോ ആപ്പ് എന്ന് അങ്ങനെ ഈസി ആയിട്ട്, അപ്പൊ നമുക്ക് ഒരു ATM കാർഡ് ഇല്ലാതെ, അപ്പൊ നമുക്ക് ആദ്യം ഇവിടുന്ന് സെറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് ക്യാഷ് അങ്ങ് എടുത്ത് കൊണ്ടുവരും. അപ്പൊ നിങ്ങളതിൽ ആലോചിക്കേണ്ട കാര്യങ്ങൾ 500ന്റെ ഗുണിതങ്ങളെ പാടുള്ളൂ. 500, 1000, 2000 അങ്ങനെ മാക്സിമം 10,000 വരെ എത്തിയ ട്രാൻസാക്ഷനിൽ. പിന്നെ സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് 20,000 വരെ ഒരു ദിവസം നമുക്ക് അങ്ങനെ വിഡ്രോ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ഇനി Android 10നെ കുറിച്ചുള്ള ഫീച്ചേഴ്സ് ആണ്. അതിൽ പറയാൻ വെച്ചാൽ, നമുക്ക് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞ പോലെ ഗസ്റ്റർ മെനൂസ് അടിപൊളിയാണ്. എന്താ വെച്ചാൽ ഗസ്റ്റർ ബേസ്ഡ് ആണ്. അത് ഐഫോൺ ഒപ്പിച്ചു എന്ന് നമുക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ ഐഫോണിന്റെ അതേ മെത്തേഡാണ് അവർ ഫോളോ ചെയ്യുന്നത്. അത് മിക്കവാറും ആൻഡ്രോയിഡൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താ ഐഫോണിലെ പോലെ തന്നെ എന്താ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഹോം പേജിലേക്ക് എത്താം. പിന്നെ 2 വർഷത്തേക്കും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ പേജിലേക്ക് തിരിച്ചു പോകാനും പറ്റും. ഇപ്പം നെറ്റൊക്കെ ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതേപോലെ മൾട്ടി ടാസ്കിങ് മെനുവിന് എന്ത് ചെയ്യും, സ്ക്രീനിൽ തന്നെ വിരൽ അമർത്തി കഴിഞ്ഞാൽ, അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് വരും, നമ്മുടെ ആ 3 ഓപ്ഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ നാവിഗേഷൻ ബട്ടൺസ് അതങ്ങ് പോകും. അപ്പൊ ഫുൾ സ്ക്രീൻ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. നാവിഗേഷൻ ബട്ടൺസ് അവിടെ എന്ത് ചെയ്യും, അതിപ്പോൾ തന്നെ നമുക്ക് ചില UIസിൽ MIUIയിൽ, അതേപോലെ തന്നെ ഓണറിന്റെ UI, പിന്നെ റിയൽമിന്റെ UIയിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൂ. അപ്പൊ ആൻഡ്രോയിഡിൽ തന്നെ അത് വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ Android 1 സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ ഇത് വരും. പിന്നെ നമുക്ക് പറയാനുള്ള ലൈവ് ക്യാപ്ഷൻസ്. അപ്പൊ നമുക്ക് യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ലൈവ് ക്യാപ്ഷൻസ്. നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അതിന്റെ ക്യാപ്ഷൻസ് ലൈവ് ആയിട്ട് എന്ത് ചെയ്യുക, അതിന്റെ മേലെ കൂടെ റൺ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ ഈ ആൻഡ്രോയിഡ് ഫോണിലേക്കും കൂടെ വരും. അത് ഗൂഗിൾ കൊണ്ടുവന്ന ഒരു സംഭവമാണ്. അത് യൂട്യൂബ് വീഡിയോസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ ഈ ആൻഡ്രോയിഡ് ഫോണിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് എന്താണ്, ഷെയറിംഗ് മെനു. നമുക്ക് ഇതിലിപ്പോൾ ആൻഡ്രോയിഡിൽ നമുക്ക് ഷെയറിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഷെയറിംഗ് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വേറെ ഇതിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നുന്നത്. ഇത് Android 1 വന്നിട്ടുള്ളൂ. ഇതിന്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടു, എന്നിട്ട് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കി വെച്ചതാണ്. പിന്നെ വരുന്നത് ഒരു അടിപൊളി ഫീച്ചറാണ് വരുന്നത്, QR കോഡ് വഴിക്ക് വൈഫൈ സ്കാൻ ചെയ്യാൻ. അത് നല്ലൊരു കാര്യമില്ല. നേരത്തെ യോനോ ആപ്പ് പറഞ്ഞ പോലെ നമുക്ക് വേറൊരാളെ ഏൽപ്പിക്കുന്ന പോലെ തന്നെ. ഇപ്പം എൻ്റെ ഫ്രണ്ട്, ഞാനിപ്പോൾ ഹോട്ട്സ്പോട്ടിൽ കൊടുക്കാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ വൈഫൈക്ക് ഞാൻ പാസ്വേഡ് കൊടുത്ത എൻ്റെ ഒരു പാസ്വേഡ് നമ്മൾ സീക്രട്ട് ആയിട്ട് ചിലപ്പോൾ മെയിലിൻ്റെ പാസ്വേഡ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്ന് ചോദിക്കും എനിക്ക് വൈഫൈ വേണമെന്ന് പറയുമ്പോൾ ഞാൻ അവൻ്റെ ഫോണിൽ പോയി അടിച്ചു കൊടുത്താലും അവൻ ആ പാസ്വേഡ് വ്യൂ ചെയ്യാൻ പറ്റും. അതല്ല, നമ്മളിപ്പം എക്സെൻഡറൊക്കെ ചെയ്യുന്ന പോലെ വൈഫൈ എടുത്തിട്ട് നമുക്ക് QR കോഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ QR കോഡ് വെച്ചിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാസ്വേഡ് അവർക്ക് കിട്ടില്ല, അവർക്ക് വെച്ചാൽ വൈഫൈ ആക്സസ് ചെയ്യാൻ പറ്റും. അത് Android 10 ഏറ്റവും വലിയൊരു ഫീച്ചറാണ് വരാൻ പോകുന്നത്. ഇത് 2020 എന്ത് ചെയ്യുന്നത്, Android 10 വരാൻ പോകുന്നത്. പിന്നെ നമുക്ക് വരുന്ന അതൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഫീച്ചർ വരുന്നത് സ്വന്തം ഡെസ്ക്ടോപ്പ് മോഡാണ്. ഡെസ്ക്ടോപ്പ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫോൺ, ഇപ്പൊ ഞാനൊക്കെ സ്മാർട്ട് TVയിലേക്കൊക്കെ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ഫോൺ എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ Android TVയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രീൻ കാസ്റ്റ് ചെയ്യും. മിറർ കാസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ വെച്ച് കാസ്റ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക, എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പ് മോഡായിട്ട് തന്നെ കിട്ടും. അപ്പോൾ വലിയ സ്ക്രീനായിട്ട് കിട്ടും. മറ്റേതാകുമ്പോൾ ഇങ്ങനെ നാരോ ആയിട്ടായിരിക്കും വേറെ ഇങ്ങനെ വെക്കുമ്പോൾ, പോർട്രേറ്റ് മോഡിൽ വെക്കുമ്പോൾ, ലാൻഡ്സ്കേപ്പ് ആക്കുമ്പോൾ മാത്രമേ ഫുൾ സ്ക്രീൻ കിട്ടുള്ളൂ. പക്ഷെ ഇതല്ല, ഡെസ്ക്ടോപ്പ് മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ട് അത് അതിലേക്ക് മാറും. അതും ഒരു നല്ലൊരു ഫീച്ചർ. പിന്നെ അതൊന്നല്ല, ഇപ്പോൾ നമ്മുടെ ഫോൾഡബിൾ സ്ക്രീനുള്ള ഫോൺസ് വരുന്നുണ്ട്. അങ്ങനത്തെ ഫോൺസിലേക്ക് കറക്റ്റ് ആയിട്ടാണ് എന്ത് വരുന്നത്, Android 10 വരുന്നത്. അപ്പോൾ സാംസങ്ങിന്റെ പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട്, ഓണറിന്റെ ഒരു ഫോൺ അങ്ങനെ ലോഞ്ച് ചെയ്യുന്നുണ്ട്.
നമ്മുടെ ഈ ഫോൾഡിങ് ആയിട്ട് അതിനെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ ഇനി അടുത്ത ഇതിൽ ചെയ്യാൻ പോകുന്നത്. സാംസങ് ഒന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കണം, പ്രത്യേകിച്ച് നാളത്തെ ട്രാഫിക് ഫൈൻ്റെ കാര്യമൊക്കെ. അപ്പോൾ അത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം, ചിലർ മറന്നു പോയിട്ടുണ്ടോ, എന്നിട്ട് അറിയാണ്ട് സീറ്റ് ബെൽറ്റ് ഇടാണ്ട് പോയി കഴിഞ്ഞിട്ട് നാളെ ഫൈൻ കൊടുക്കുമ്പോൾ പണ്ടത്തെ പോലെ 100 രൂപ കൊടുക്കാൻ പറ്റില്ല, 500 രൂപ മിനിമം, 500 രൂപ, 500, 1000 രൂപ വരെ എന്ത് ചെയ്യുക ഫൈൻ വരിക. അത് മാത്രമല്ല, സീറ്റ് ബെൽറ്റ് നമ്മൾ മാത്രം ഇട്ടാൽ പോരാ, നമ്മുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന എത്ര സീറ്റിലാണോ ആൾക്കാരുള്ളത് ആ സീറ്റിൽ അത്രയും ആൾക്കാർ എന്ത് ചെയ്യണം, സീറ്റ് ബെൽറ്റ് ഇടണം. പിന്നെ അതേപോലെ തന്നെ ഹെൽമെറ്റ് ബാക്കിലുള്ള ആൾക്കാർ ഇടണം. അത് പറഞ്ഞാൽ കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരാളുടെ നിന്ന് ലിഫ്റ്റ് വാങ്ങുമ്പോഴോ ലിഫ്റ്റ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ കൂടെ പോകുമ്പോഴോ ഒരു ഹെൽമെറ്റ് കരുതാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ബാക്കിൽ ഇരിക്കുന്ന ആളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അത് നല്ല കാര്യമായിട്ട് തന്നെ തീരുമാനിക്കുക. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ, ശുഭയാത്രി.